ഭക്ഷണശാലയുടെ മറവിൽ പെൺവാണിഭം കുടുങ്ങിയത് വലിയ സംഘമാണ്. 16 പേർ അറസ്റ്റ്. രാജസ്ഥാനിലെ കോട്ടയിലാണ് ഈ ഹോട്ടൽ. ആ ഹോട്ടൽ എന്ന് പറയുമ്പോൾ പുറമേ നോക്കിയാൽ ഒരു സാധാരണ ഹോട്ടലാണ്. ശ്രീശ്യാം എന്നാണ് ഹോട്ടലിന്റെ പേര്. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷെ ആ ഹോട്ടലിനുള്ളിലേക്ക് ഒരു വാതിലുണ്ട്. ഈ വാതിൽ കടന്നാൽ അതിനു പിന്നിൽ ഒരു പെൺവാണിഭ കേന്ദ്രമാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു വേശ്യാലയം. കോട്ടയിലെ നയപുര ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഹോട്ടലിലാണ് ഈ പെൺവാണിഭ സംഘം പ്രവർത്തിച്ചിരുന്നത്. നിരവധിയായ തവണ നാട്ടുകാർ പരാതിപ്പെട്ടതാണ്. പക്ഷേ അത്തരം പ്രവർത്തനങ്ങളൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. അങ്ങനെ വീണ്ടും ഒരു രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ റെയ്ഡിന് പോയി. 8 സ്ത്രീകളെയായിരുന്നു ആ ഹോട്ടലിന് മുകളിലത്തെ നിലയിൽ ഇതിനായി താമസിപ്പിച്ചിരുന്നത്. 8 യുവാക്കളെയും ഒരു നടത്തിപ്പുകാരനെയുമാണ് പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. ശ്രീശ്യാം എന്ന ഭക്ഷണശാലയുടെ മറവിൽ വലിയ ഒരു വേശ്യാവൃത്തി തന്നെ നടന്നിരുന്നു എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ പോലീസിന് അവിടെ നിന്ന് ലഭിച്ചു. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടിയാണ് പോലീസ് ആ റെയ്ഡ് നടത്തുന്നത്. DSP പൂനം ഒപ്പം IPS ട്രെയിനിങ് ഓഫീസർ സിദ്ധാർത്ഥ് ശ്രീവാസ്തവയും ആ റെയ്ഡിന് നേതൃത്വം നൽകി. ഈ ഹോട്ടലിലെ നടത്തിപ്പുകാരനായിട്ടുള്ള ജഗദീഷ്, അയാളാണ് ഈ റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയെന്ന് പോലീസ് പറയുന്നു. മുനിസിപ്പൽ കോർപ്പറേഷന്റെ സഹായത്തോടെ ബുൾഡോസർ ഉപയോഗിച്ച് ഈ സ്ഥാപനം തന്നെ ഇല്ലാതാക്കുമെന്നാണ് DSP ഈ റെയ്ഡിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. കാരണം അത്രമാത്രം ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കണ്ടുവെന്നാണ് പോലീസ് പറയുന്നത്. तो आज शाम को हम लोग को मुखबिर के द्वारा एक सूचना प्राप्त हुई, जिसके पश्चात हम लोग मौके पे पहुंचे. सुश्याम करके ये होटल है. तो यहाँ पे पहुंचने के पश्चात हमें दिखा कि वहाँ पे जो लोग थे वो वैश्यावृत्ति की गतिविधियों में जो है उनका लिप्त थे. हम लोग ने दबिश मारी. हमारे ये जो है पहले सिवीज में गए थे वहाँ पे लोग, फिर उन्होंने हमें सूचना दी तो हम लोग वहाँ पे फिर मौके पे पहुँचे, रेड मारी. ऊपर गए हम लोग तो वहाँ पे जो है 8 महिलाएं हमें मिली. और नीचे की जो एरिया थे वहाँ पे करीब एक जगदीश करके आदमी था जो है इन सब चीज़ों का संचालन कर रहा था. और इसके अलावा 8 लोगों को और हम लोग ने पकड़ा है मौके पर से. ഹോട്ടൽ കെട്ടിടം അനധികൃത നിർമ്മാണമാണ് എന്നാണ് വിലയിരുത്തൽ. ഈ ഹോട്ടലിൽ ഏറെ നാളായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ പ്രദേശവാസികളുടെ എതിർപ്പ് മറികടന്നായിരുന്നു അതിന്റെ പ്രവർത്തനമെല്ലാം. അതുകൊണ്ട് തന്നെ ഈ റെയ്ഡ് നടത്തി ഈ സ്ത്രീകളെ ഉൾപ്പെടെ പിടികൂടി ആ പോലീസ് സംഘം അവിടെ നിന്ന് മടങ്ങുമ്പോൾ വലിയ ആഹ്ലാദ പ്രകടനം, കയ്യടികളൊക്കെയായിരുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. ആ നാട്ടുകാരിൽ ഒരാൾ പറയുന്നില്ല. ये नयापुरा बस स्टैंड का मेन चौराहा है. ये पूरी बस्ती है हमारी पीछे कालपुरे की. यहाँ की महिलाएं, बेड़ बेटियां, इनके हमारे खूब परेशान है. आए दिन कोई भी आता है, दारूड़े हो कोई भी हो, उनके ऊपर गलत तरीके से हाथ पकड़ता है कि ले रही है क्या, चल रही है क्या. पर आज पुलिस प्रशासन जो अच्छी कार्रवाई करी है उसका हम बहुत बहुत धन्यवाद देते हैं पुलिस प्रशासन को. പോലീസിന് നന്ദി പറയുകയായിരുന്നു അവർ. നരേഷ് ഓജ എന്നയാളാണ് ഈ ഹോട്ടലിന്റെ ഉടമ. പലയിടങ്ങളിൽ ഇയാൾക്ക് ഹോട്ടലുകളുണ്ട്. ഈ കോട്ടയ്ക്ക് പരിസരത്തായിട്ട് ഏതാണ്ട് 4-5 ഹോട്ടലുകൾ ഇയാൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഇത്തരത്തിൽ സ്ത്രീകളെ വേശ്യാവൃത്തിക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത്. ഈ സംഭവങ്ങളിലേക്കെല്ലാം കൂടുതൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.